ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ നോമ്പിൽ കൂടി നാം സഞ്ചരിച്ച് കർത്താവിൻ്റെ പീഡാ ദിവസങ്ങളിലും ഉയർപ്പിലും നാം പങ്കാളികളായല്ലോ. ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയെ നാം ഹോവോറോ ആഴ്ച എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ദിവസത്തെ നാം പൊതു ഞായറാഴ്ച അഥവാ ഹോവോറോ ഞായറാഴ്ച എന്നും നാം പറയുന്നു. എന്താണ് ഹോവോറോ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഹോവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം? ഈ കഴിഞ്ഞ ആഴ്ച ഹോവോറോ ആഴ്ചയായിരുന്നു. ഹോവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ള എന്നാണ്, വെളുപ്പ്. ഹോവോറോ എന്ന വാക്കിൻ്റെ അർത്ഥം വെളുപ്പ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വെളുത്ത ഞായറാഴ്ച, വെളുത്ത ആഴ്ച എന്ന് പറയുന്നത്? ആദിമസഭയിൽ പാതിനോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പാതിനോമ്പിന് ശേഷം പുരോഹിതൻ ഏവങ്കേലിയോൻ പീഠം, നമുക്കറിയാം ഗോകുൽത്ത പള്ളിയുടെ നടുക്ക് പ്രതിഷ്ഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പുരോഹിതനിരിക്കും. പുരോഹിതനിരുന്നിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ വെച്ച് വിശ്വാസം പറഞ്ഞു കൊടുക്കും. വിശ്വാസം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉയർപ്പ് ദിവസം മാമോദീസ കൊടുത്ത് സഭയിലേക്ക് ചേർക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയുള്ള ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഉയർപ്പിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഈ മാമോദീസ ഏറ്റ ആളുകൾ വെളുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. നാം എല്ലാവരും വിശുദ്ധ മാമോദീസ കൂദാശയിൽ നാം കാണുന്നുണ്ട് കിരീടം വെക്കുന്നത്. ഈ കിരീടം വെക്കും, കുഞ്ഞിന് ഏറ്റവും അവസാനം കിരീടം വെക്കും. ഈ കിരീടം വെക്കുന്നത് എന്തിനാണ്? ആ കിരീടം വെച്ചിട്ട് ഒരാഴ്ച കിരീടം വെക്കണമെന്നുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മൾ സൗകര്യാർത്ഥം ആ കിരീടം അഴിച്ചു മാറ്റി ഉടനെ തന്നെ ആ പ്രാർത്ഥന ചൊല്ലി അഴിച്ചു മാറ്റുന്ന ഒരു പതിവാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാമോദീസ ഏറ്റ ആളുകൾ 7 ദിവസം, ഒരാഴ്ച വെളുത്ത വസ്ത്രം ധരിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ആദ്യത്തെ ഞായറാഴ്ച വരുന്നത് കൊണ്ട് അതിനെ പുതു ഞായറാഴ്ച, ന്യൂ സൺഡേ എന്ന് നാം പറയുന്നു. അങ്ങനെയാണ് ഹോവോറോ ആഴ്ച എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിനിടയ്ക്ക് ഒരു വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? എന്ത് ചെയ്യും? മാമോദീസ എഴുതുന്നതിന് മുമ്പേ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി പോലും മാമോദീസ ഏറ്റിരുന്ന ഒരു ആദിമസഭയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പരിശുദ്ധ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് വ്യർത്ഥമത്രേ. ഈ ഒരു വാക്യം മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ്. മരിച്ചവർക്ക് വേണ്ടി സ്നാനം പോലും ആദിമസഭയിൽ ഏറ്റിരുന്നു. ആദിമസഭയിൽ മരിച്ചവർക്ക് വേണ്ടി പോലും സ്നാനം ഏറ്റിരുന്നു. അതാണ് പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനെ മാമോദീസ, മരിച്ചവർക്ക് വേണ്ടി പോലും മാമോദീസ ഏറ്റിരുന്ന ഒരു സഭയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുതു ഞായറാഴ്ച എവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ ഇവിടെ 2 കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവും പിന്നെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും നാം മാർത്തോമാൻ പൈതൃകം
നാം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഈ തോമാസ് ശ്ലീഹ ശ്ലീഹന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയായിരുന്ന ശിഷ്യനായിരുന്നു വിശുദ്ധ തോമാസ് ശ്ലീഹ. മറ്റ് ശിഷ്യന്മാർ ബാക്കിയുള്ള 10 ശിഷ്യന്മാര് ഒരു മുറിയിൽ കയറി വാതിലടച്ച് അവർ പേടിച്ചവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പിതാവായ മാർത്തോമാസ് ശ്ലീഹ പുറത്തായിരുന്നു. ഒരു പേടിയുമില്ലായിരുന്നു. യഹൂദന്മാരെ പേടിച്ച് ബാക്കിയുള്ള 10 ശ്ലീഹന്മാർ മുറിയിൽ കയറി കതകടച്ചിരിക്കുമ്പോൾ തോമാസ് ശ്ലീഹ മുറിക്ക് പുറത്തായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. തോമാസ് ശ്ലീഹയുടെ ധൈര്യശാലം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പീഡാ ദിവസങ്ങൾക്ക് മുമ്പ് അവൻ യെരുശലേമിലേക്ക് വരുന്നതിന് മുമ്പ് ബഥാനിയയിൽ പോയിരുന്നു. എന്തിനായിരുന്നു ബഥാനിയയിൽ പോയിരുന്നത്? ബഥാനിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞത് നമ്മുടെ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ബഥാനിയയിലേക്ക് പോകാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ആ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, യഹൂദന്മാർ നിന്നെ പിടിക്കുവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോൾ പോകുന്നത് ശരിയാകത്തില്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് ശ്ലീഹ പറഞ്ഞത് എന്താണ്? അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം. ആ ഒരു ധൈര്യമാണ് നമുക്ക് തോമസ് ശ്ലീഹയിൽ കാണാൻ സാധിക്കുന്നത്. ഉയർപ്പിന് ശേഷം ബാക്കിയുള്ള ശിഷ്യന്മാർ എല്ലാവരും മുറിയിൽ കയറി കതകടച്ചിരുന്നപ്പോൾ നമ്മുടെ തോമസ് ശ്ലീഹ മാത്രം റൂമിന് പുറത്തായിരുന്നു. യേശുക്രിസ്തു വന്നിട്ട് അവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ അസ്വസ്ഥരാണ്, നിങ്ങളിപ്പോൾ അസ്വസ്ഥരാണ്. എന്തുകൊണ്ടാണ് അസ്വസ്ഥര്? പേടികൊണ്ട്. ബാക്കിയുള്ള 10 ശ്ലീഹന്മാർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് അവരോട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അങ്ങനെ അവരെ ആശ്വസിപ്പിക്കുകയാണ് യേശുക്രിസ്തു വന്നിട്ട് ചെയ്യുന്നത്. നാം എല്ലാവരും പറയും, തോമസ് ശ്ലീഹ അവിശ്വാസിയായിരുന്നു. തോമസ് ശ്ലീഹ മാത്രമായിരുന്നു അവിശ്വാസിയായിരുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതിരുന്നത് തോമസ് ശ്ലീഹ മാത്രം ആയിരുന്നില്ല. അത് നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധമുള്ള ലൂക്കോസ് അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ, ക്ലെയോപ്പാവും വേറൊരാളും കൂടെ എമ്മൂസിലേക്ക് യാത്ര അയച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അവസാനം യേശുക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. അവർക്കും വിശ്വസിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, 11 പേരോട് കൂടി ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരും വിശ്വസിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ പിതാവായ മാർത്തോമാസ് ശ്ലീഹ മാത്രമായിരുന്നില്ല അവിശ്വാസി. കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവിശ്വാസിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ വിശ്വാസം ഏറ്റുപറയാനുള്ള ഭാഗ്യം കിട്ടിയത് മാർത്തോമാസ് ശ്ലീഹയ്ക്ക് മാത്രമാണ്. എന്തിനാണ് മാർത്തോമാസ് ശ്ലീഹ ആ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് മാർത്തോമാസ് ശ്ലീഹ അവിടെ നിന്ന് വേറെ ഒരു കാര്യം കൂടെ സ്വീകരിക്കുകയായിരുന്നു. എങ്ങനെയാണ് മാർത്തോമാസ് ശ്ലീഹ വിശ്വാസം ഏറ്റു പറഞ്ഞത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് ആ വിശ്വാസം ഏറ്റെടുത്തു. വിശ്വാസം ഏറ്റെടുത്തിട്ട് അവൻ്റെ ആണിപ്പഴുതിൽ കൈയിടുകയും അവൻ്റെ വിലാപ്പുറത്ത് തൊടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് ആണിപ്പഴുതിൽ കൈയിടുകയും വിലാപ്പുറത്ത് തൊടുകയും ചെയ്തു. ആ വിലാപ്പുറത്ത് തൊട്ടിട്ട് ആ ഒരു കഷ്ടത നമ്മുടെ പിതാവായ മാർത്തോമാസ് ശ്ലീഹ സ്വയം സ്വീകരിക്കുകയായിരുന്നു. എങ്ങനെയാണ് മാർത്തോമാസ് ശ്ലീഹ രക്തസാക്ഷിയായത്? വിലാപ്പുറത്ത് കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് നമ്മുടെ പിതാവായ മാർത്തോമാസ് ശ്ലീഹ രക്തസാക്ഷിയായി തീർന്നത്.
പിന്നെ നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ തോമാസ് ലീഗ അവിടെ ഇല്ലായിരുന്നു. നമുക്കറിയാം 1972 പത്രോസ് തൃതീയൻ പാത്രിയർക്കേസ് തോമാസ് ലീഗായ്ക്ക് പൗരോഹിത്യമില്ല, ഒരു പട്ടക്കാരൻ പോലും അല്ലായിരുന്നു എന്നുള്ളൊരു കൽപ്പന നമുക്ക് ഇറക്കി. ഈ സമയത്ത് ഈ ഒരു ഭാഗം, ഈ വേദഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണ്. പത്ത് സ്ലീഹന്മാരുള്ളപ്പോൾ യേശു ക്രിസ്തു അവരുടെ മേൽ ഊതി, എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊള്ളുവിൻ. എന്തിനാണ് യേശു ക്രിസ്തു അവരുടെ മേൽ ഊതിയത്? അവരുടെ പേടി, അവരുടെ ധൈര്യം, അവർക്ക് ധൈര്യം കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു അവിടെ വെച്ച് ഊതിയത്. അതേസമയം പുറത്തായിരുന്ന തോമാസ് ലീഗായിക്ക് പരിശുദ്ധ അഭിഷേകം ലഭിച്ചു. നമുക്ക് അതിനുവേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം. ഇതിൽ പറയുന്നു, എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മോദാദ് എന്നും പേര്. ആരായിരുന്നു എൽദാദും മോദാദും? എൽദാദും മോദാദും ആരായിരുന്നു? ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ ഇത്രോയെ കണ്ടു. ഇത്രോവാരായിരുന്നു? മോശയുടെ അമ്മായിയപ്പൻ്റെ പേരായിരുന്നു ഇത്രോവ്. അപ്പോൾ ഇത്രോവ് പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ആളുകളുടെ എല്ലാം വന്ന് പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിന് പരിഹാരം കൊടുക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ അവിടെ ഇരുന്ന് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, കുറച്ചുപേരെ അതിനുവേണ്ടി നിയമിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചുപേരെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മോശ നിയോഗിച്ചു. അങ്ങനെ 70 പേരെ നിയോഗിച്ചു. ആ 70 പേർക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥന നടത്തി. അവരെ കൂടാരത്തിനകത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൽദാദും മോദാദും, ഇതിലെ 2 പേരായിരുന്നു എൽദാദും മോദാദും. ഈ 2 പേര് പാളയത്തിൽ പുറത്തായിരുന്നു. അവർ പാളയത്തിലായിരുന്നു. അവർ കൂടാരത്തിലെത്തിയില്ല. അവർ കൂടാരത്തിലെത്താഞ്ഞപ്പോഴും അവർക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു. ഈ കൂടാരത്തിനകത്ത് നിന്ന ആളുകൾ അവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പുതുഭാഷകളിൽ പ്രവചിക്കുവാൻ തുടങ്ങി. അവർ പ്രവചിക്കുവാൻ തുടങ്ങിയപ്പോൾ എൽദാദും മോദാദും കൂടാരത്തിനകത്തായിരുന്നു. അവരും പ്രവചിക്കുവാൻ തുടങ്ങി. അപ്പോൾ 2 പേര് വന്നുകൊണ്ട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, അവരെ വിരോധിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് കൂടാരത്തിനകത്തിരിക്കുകയായിരുന്നു. അവര് പാളയത്തിനകത്തിരിക്കുകയായിരുന്നു. കൂടാരത്തിനകത്ത് വന്നില്ല. അതുകൊണ്ട് അവരെ വിരോധിക്കണം. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ മക്കൾ മുഴുവനും ലഭിച്ചിരുന്നുവെങ്കിൽ ഞാൻ അധികം സന്തോഷിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൽദാദിനും മോദാദിനും പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചുവെങ്കിൽ നമ്മുടെ തോമാസ് ലീഗ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചിരിക്കും. അല്ലെങ്കിൽ തന്നെ 8ാമത്തെ ദിവസം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് വിശ്വാസമേറ്റു പറഞ്ഞെങ്കിൽ ആ സമയത്താണെങ്കിലും നമ്മുടെ തോമാസ് ലീഗായിക്ക്, നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഗായിക്ക് തൻ്റെ പൗരോഹിത്യം ലഭിക്കുമായിരുന്നു. ഈ പുതുഞായറാഴ്ചയിൽ വെള്ളം പോലെ നമ്മളുടെ ശരീരവും നമ്മുടെ മനസ്സും വിശുദ്ധീകരിക്കപ്പെടുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും നാം ആയിത്തീരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ കൃപ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.